This court is going to pronounce the judgment and the decree. ഒന്നാം സാക്ഷി കൃഷ്ണനുണ്ണിയുടെ മൊഴിയിൽ നിന്നും തൻ്റെ മകളെ രാജാധികാരമുള്ള ഒരാൾ കൂട്ടിക്കൊണ്ടുപോയി എന്നേ വെളിവാകുന്നുള്ളൂ. ബാക്കി ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളും ഊഹങ്ങളുമാണ്. ഈ കേസിൻ്റെ രേഖകളും തെളിവുകളും പരിശോധിച്ചതിൽ രണ്ടാം സാക്ഷി കാരണം പോലും അറിയാതെ രാജസേവകൻ്റെ കൃത്യനിർവഹണം തടസ്സം ചെയ്യുകയാണ് ചെയ്തത്. രാജശാസനകൾ അനുസരിക്കാൻ ബാധ്യതയുള്ള രാജാധികാരത്തിന് കീഴിൽ ജീവിക്കുന്ന ഒന്നും രണ്ടും സാക്ഷികൾ ഉത്തമരായ പ്രജകളായല്ല ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. അവരുടെ പരാതികൾ അടിസ്ഥാനരഹിതമെന്ന് കണ്ടെത്തി തള്ളിയിരിക്കുന്നു. മൂന്നാം സാക്ഷി മഹാരാജാവ് തന്നെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നാരോപിക്കുന്നുണ്ടെങ്കിലും അവരുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പോലും വന്നില്ല എന്നുള്ളത് പീഡനത്തിൻ്റെ കാഠിന്യം സംബന്ധിച്ച് സംശയമുണർത്തുന്നു. അതുകൊണ്ട് പീഡന കഥകൾ കോടതിക്ക് മുഖവിലക്കെടുക്കാൻ കഴിയില്ല. മന്ത്രിമുഖ്യനോടൊപ്പം യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കരുതലും ഒപ്പം രാജസദസ്സിൽ ഹാജരാക്കുന്നതിന് മുമ്പ് വസ്ത്രം വാങ്ങിക്കൊടുത്തതും മറ്റും നിർഭാഗ്യവശാൽ പൂക്കാരിയായ മൂന്നാം കക്ഷി പ്രണയമായി തെറ്റിദ്ധരിച്ചു.